പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മൂലമുള്ള വെള്ളക്കെട്ട് തുടരുകയാണ്. തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്യാമ്പിലുള്ള പലരും. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും അപ്പർ കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. തിരുവല്ല, കടപ്ര, നിരണം, പെരിങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് സമാനമായ രീതിയിൽ ദുരിതം വിതച്ചുകൊണ്ട് ഇപ്പോഴും തുടരുന്നു. ക്യാമ്പുകളിൽ തുടരുന്ന ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ തന്നെയാണ്. തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്താൻ കഴിയാത്ത അവസ്ഥ ഈ നിരണം പഞ്ചായത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം അങ്ങനെ ആ വെള്ളക്കെട്ട് മഴ തുടങ്ങിയ സമയത്ത് ക്യാമ്പിലെത്തിയവരെല്ലാം ഇപ്പോഴും ആ ക്യാമ്പിൽ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ ആറന്മുളയിലും റാന്നിയിലും ജനജീവിതം സാധാരണ രീതിയിലായിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഈ അപ്പർ കുട്ടനാട് മേഖലയിലെ ദുരിതം വലിയ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഓണപ്പരീക്ഷയാണ്. ഓണപ്പരീക്ഷയ്ക്ക് തുടക്കമാകാൻ പോകുന്നു. പല ക്യാമ്പുകളും സ്കൂളുകളിലാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും ഇവർ മാറിപ്പോയെങ്കിൽ മാത്രമേ അവിടെ ക്ലാസ്സുകൾ നടത്താൻ കഴിയുള്ളൂ, പരീക്ഷ നടത്താൻ കഴിയുള്ളൂ. അത്തരൊരു ബുദ്ധിമുട്ട് കൂടി ആ ക്യാമ്പിലുള്ള ആളുകൾ നേരിടുന്നുണ്ട്. അതേസമയം കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ പഠിക്കാൻ നോട്ട്ബുക്ക് അടക്കം ബാഗുകളടക്കം ഈ വെള്ളത്തിൽ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധി കൂടി ഈ ക്യാമ്പിലുള്ള ആളുകളും കുട്ടികളും ഒക്കെ നേരിടുന്നുണ്ട്. എന്തായാലും വീട്ടിൽ തിരിച്ചെത്തിയാൽ ഒരുപക്ഷെ താമസിക്കാൻ കഴിയാത്ത രീതിയിൽ വീട് പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടവരുണ്ടൊപ്പം വീട് മോശമായ വൃത്തിഹീനമായ അന്തരീക്ഷമാണുള്ളത്. ശുചീകരിക്കുന്ന ജോലികളൊക്കെ ഇനി ബാക്കി കിടക്കുന്നു. അത്തരത്തിൽ ദുരിതം വളരെയേറെ ബുദ്ധിമുട്ടുകൾ ആളുകൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതിലുപരി വലിയ കൃഷിനാശമാണ് ജില്ലയിൽ ഈ മഴക്കെടുതി മൂലം ഉണ്ടായത്. ഏകദേശം 12 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമികമായ ഒരു കണക്ക് ഉള്ളത്. ഏകദേശം ഈ നിലവിൽ 358 ഹെക്ടർ സ്ഥലത്തെ കൃഷിയും നശിച്ചു എന്നൊരു കണക്ക് വരുന്നുണ്ട്. 7000-ഓളം കർഷകർക്കാണ് കൃഷിനാശം സംഭവിച്ചത്. അങ്ങനെ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും ജനങ്ങൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത്. ഇത് പൂർണ്ണമായ ഒരു കണക്കല്ല, പ്രാഥമികമായ ഒരു വിവരമാണ് ഈ ലഭിക്കുന്നത്. ഒപ്പം ഇനി ക്യാമ്പിലുള്ളവർ തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും വില്ലേജ് ഓഫീസർമാർ വന്ന് കണക്കെടുത്തതിന് ശേഷമേ ഇതിൻ്റെ അന്തിമമായ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. എന്തായാലും റാന്നിയിലും ആറന്മുളയിലും ഒക്കെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി എന്നെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ കണക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു നാശനഷ്ട കണക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്തായാലും വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിരണത്തും പെരിങ്ങരയും കടപ്രയും തുടങ്ങിയ മേഖലകളിലാണ് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. റോഡ് ഗതാഗതമൊക്കെ ഭാഗ്യമായി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്, വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ തിരിച്ചെത്താൻ കഴിയാത്ത ദുരിതം, സമാനതകളില്ലാത്ത ദുരിതം ഈ പ്രദേശത്തെ ആളുകൾ നേരിടുന്നു എന്നുള്ളതാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.